ക്ഷാമബത്തെ സംബന്ധിച്ച് കേസ് കൊടുത്തപ്പോൾ ഇവിടെ കുടിശ്ശികയില്ല, അനുവദിച്ചാൽ മാത്രമേ കുടിശ്ശികയുള്ളൂ എന്ന വിചിത്ര വാദം മുമ്പോട്ട് വെക്കുന്നു. അനുവദിച്ചത് നമ്മുടെ പണിമുടക്കിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ചലനമുണ്ടാക്കിയ ജാഥ, വാഹന ജാഥ നമ്മളിവിടെ നടത്തിയ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റം സംസ്ഥാനത്ത് സിവിൽ സർവീസിൽ ജീവനക്കാരും അധ്യാപകരും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ 2% ക്ഷാമബത്തെ അനുവദിച്ചു. ആ അനുവദിച്ചതിന് 2021 ജൂലൈ മുതലുള്ളതാണ്. അതിന്റെ കുടിശ്ശിക 39 മാസത്തെ കുടിശ്ശിക അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത സമ്മർദ്ദം മൂലം അനുവദിക്കേണ്ടി വന്നത് 2%. 19% കുടിശ്ശിക നിൽക്കുന്നു. അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നത് നിഷേധിച്ചു. കാര്യം വളരെ വ്യക്തമാണ്. ഈ മാസം ഇന്നലെ 16,000-ലധികം ജീവനക്കാർ പിരിഞ്ഞുപോയപ്പോൾ സർക്കാർ ഇപ്പോൾ പറയുന്നത് പിരിഞ്ഞു പോയതിന് പകരം ആളിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിരിഞ്ഞുപോയ അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, റവന്യൂ വകുപ്പിലെ ജീവനക്കാരുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉണ്ട്, സിവിൽ സപ്ലൈസിലെ ഉണ്ട്, പോലീസുകാരുണ്ട്, കോടതിയിലെ ആളുകളുണ്ട്. ഇവരെല്ലാം ഇവിടെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. 16,500 പേര് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന അഡീഷണൽ സെക്രട്ടറിയും ഡെപ്യൂട്ടി കളക്ടറും RDOയും അടക്കമുള്ള ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ പകരം ദിവസക്കൂലിക്ക് ആളിനെ വെക്കാമെന്ന് പറഞ്ഞ ആ വലിയ മനസ്സുണ്ടല്ലോ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചവർക്ക് പോലും ദഹിക്കാത്ത ആ പ്രത്യയശാസ്ത്രം അതെല്ലാം മടക്കി കൂട്ടി അങ്ങ് പോക്കറ്റിലിട്ടിരുന്നാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജീവനക്കാരെ ചൊറിഞ്ഞെല്ലാം പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ അവിടെ ശമ്പളം കൂടി കവർന്നെടുക്കുന്ന സമീപനം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കരുത്. പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നവരുടെ നാവടക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാവരെയും പിടിച്ചകത്തിട്ടിട്ട് ഭരണം കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത്. ഈ ഭരണത്തിന്റെ ഭാഗമായി നടന്ന് നീങ്ങുന്ന ആളുകളോടാണ് ഇങ്ങനെയുള്ള അനീതി കാണിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിയതെന്ന് ആലോചിക്കണം. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അത്രയും വരവും ചെലവുമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ 40,000 കോടി ശമ്പളവും പെൻഷനും